12 മണിയാകുമ്പോഴേക്കും ഒരു അത്ഭുതം നടക്കും. അത് കാണാൻ വേണ്ടി എല്ലാവരും 12 മണിയോടുകൂടിയാണ് ഈ സ്ക്വയറിൽ വന്ന് നിറയുക. ഇത് 500-600 വർഷമായി പ്രവർത്തിക്കുന്ന ഒരു ക്ലോക്കാണെന്ന് ഓർക്കണം. ഇന്നേ വരെ അത് മുടങ്ങിയിട്ടില്ല. ഇന്നേ വരെ അതിന്റെ ചലനം നിന്നുപോയിട്ടില്ല. ആ അസ്ട്രോളജി ക്ലോക്കിന്റെ മുകളിൽ ഒരു ഗോപുരമാണ്. ആ ഗോപുരത്തിന്റെ മുകളിൽ ഒരു ജാലകമുണ്ട്. എല്ലാവരും അവിടെ നോക്കിയിരുന്നോളാൻ വില്യം പറഞ്ഞു. ജാലകത്തിലേക്ക് നോക്കിയിരിക്കണം. ജാലകത്തിന്റെ വാതിലുകൾ കടന്നായിരിക്കുന്നത്. കൃത്യം 12 മണിയാകുന്നു. ഈ ജാലകത്തിന്റെ വാതിലുകൾ തുറന്നു. അതിലെ ഒരു വാതിലിലൂടെ ഒരു കുഴലൂത്തുകാരൻ പ്രത്യക്ഷപ്പെട്ടു. പ്രധാന വാതിലിലൂടെ കുറേയേറെ ശില്പങ്ങൾ കടന്നു. ക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാർ ഈ 12 മണിയാകുമ്പോൾ ഈ വാതക്കട വന്ന് കടന്നങ്ങ് പോകും. ഇതെല്ലാം കഴിഞ്ഞ് കുഴലൂത്തുകാരൻ കുഴലൂത്ത് അവസാനിപ്പിക്കുന്നു. ഈ വാതിലുകൾ തന്നെ അടയുന്നു. ഇതൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും. അതിൻ്റെയൊക്കെ കഥ കേൾക്കുമ്പോൾ സാധ്യമാകുന്നവർ യൂറോപ്പിലെ ഇത്തരമൊരു നഗരത്തിലേക്ക് പോകണം. സമ്പത്തിന്റെ ഒരു ചെറിയ ശതമാനം ചെലവഴിച്ചിട്ടാണെങ്കിലും ജീവിതം കാണണം, അനുഭവിക്കണം. ദാരിദ്ര്യത്തിന്റെയും പ്രതിസന്ധികളുടെയും ഒക്കെ കഥ പ്രാഗിനുണ്ടെങ്കിലും പ്രാഗ് അന്നും ഇന്നും ഏറ്റവും സുന്ദരമാണ്. പ്രാഗിലെ ജീവിതം അന്നും ഇന്നും സ്വപ്ന സമാനമാണ്.